കോൺഗ്രസ് കെ ഫാമിലിയെ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ട ഇപ്പം ഉണ്ട്. അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള മാത്രമേ സംശയം. ലീഡർ വളർത്തി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലീഡറെ പെട്ടിയെടുത്ത് വന്നവന്മാരെ തന്നെ ആയിരിക്കും. പിന്നെ പത്മജനെ 2 തവണയും വലിച്ചു തോൽപ്പിച്ചതാണ്. കഴിഞ്ഞ തവണ കൃത്യമായിട്ട് കാരണം സുരേഷ് ഗോപി പത്മജ ജയിച്ചോട്ടെ ഒന്ന് വാങ്ങുന്നു കൊടുത്താൽ അല്ല സുരേഷ് ഗോപിയോടെ ജയിക്കുകയായിരുന്നു. CPIയുടെ വാലേട്ടൻ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, നല്ല മനുഷ്യനൊക്കെ തന്നെ. പക്ഷേ ഒരു വോട്ട് പിടിക്കാൻ ശേഷി അങ്ങനെ ഒരു കരിഷ്മയുള്ള ആളാണ്, അങ്ങനെ ബുദ്ധിജീവിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അദ്ദേഹം ജയിച്ചു, കോൺഗ്രസ്സുകാർ കാലുവാരി. ഇതാണ് സംഭവം. പിന്നെ 2 മുരളി തന്നെ പാലക്കാട് നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് സുരേഷ് ഗോപിക്ക് നല്ല മത്സരം കൊടുക്കാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ ഭയങ്കര തുരപ്പനാണ് നമ്മുടെ പ്രതാപൻ നാട്ടുകാരുടെ ഇടയിൽ എത്തിയിട്ട് വോട്ട് തുറന്നെടുക്കുന്നത് ഭയങ്കര ബിരുദുള്ള ഒരാളാണ്. എവിടെ തന്നെ അയാൾ ആ ഏരിയയിൽ എവിടെ അയാൾ ജയിക്കുകയും ചെയ്യും. അയാളായിരുന്നു സുരേഷ് ഗോപിക്ക് ശക്തമായ മത്സരം കൊടുക്കാൻ ശേഷിയുള്ള ആൾ. മുരളീധരൻ ആയിരുന്നില്ല. മുരളീധരൻ വേറെ തരം പൊളിറ്റിക്സാണ്. അത് ലോക്സഭയിൽ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് അത് അത്ര ഏഷണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുരളീധരൻ്റെ വോട്ട് ബാങ്ക് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കും. 2 ക്രിസ്ത്യൻ എലീറ്റ് വോട്ടാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് പേഴ്സണലി കിട്ടുന്നൊരു വോട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞ പോലെ SDPIക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് സുരേഷ് ഗോപിക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവും. അന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷൻ സമയത്ത്. അത് സുരേഷ് ഗോപി കിട്ടുന്ന വോട്ടാണ്. പിന്നെ അവിടെയുള്ള ഈഴവ വോട്ട് അല്ലെങ്കിൽ ദളിത് വോട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം ചേലക്കര പോലുള്ള മണ്ഡലങ്ങളിൽ കിട്ടുന്ന വോട്ട് ബേസിക്കലി ലെഫ്റ്റിന് കൊണ്ട വോട്ട്. അത് കുറച്ച് സുരേഷ് ഗോപി പിടിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ. പക്ഷേ ബാക്കി മുരളീധരന് കിട്ടേണ്ട വോട്ട് തന്നെയാണ് സുരേഷ് ഗോപി. ക്രിസ്ത്യനാണെങ്കിലും സവർണ്ണ വോട്ടുകളാണെങ്കിലും അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ. അപ്പം കെ ഫാമിലിയെ ഇല്ലാതാക്കാൻ ആരോ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അതാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ അവിടെ പാലക്കാട് ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. BJPയിലാണ് ഇപ്പോൾ സന്ദീപ് ഇപ്പുറത്തേക്ക് ചാടുന്നു. അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ശോഭ സുരേന്ദ്രൻ 2 പേരും വരുന്നില്ല. കൃഷ്ണകുമാർ തന്നെ വരുന്നു. അപ്പോൾ അവിടെയും പ്രശ്നം. അപ്പോൾ പ്രശ്നമില്ലാത്ത ഒരേ ഒരു ക്യാമ്പ് LDF ക്യാമ്പായിരുന്നു. അപ്പം പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് തവണ നമ്മൾ ഇരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇൻകേസ് സെറ്റൻ ചക്കവണപ്പം മോരി കത്തു എന്ന് പറഞ്ഞ പോലെ ഈ സരീൻ ജയിച്ചു പോയാൽ അത് കാരണം സരീനല്ല, സരീന് പ്രത്യേക ക്വാളിറ്റി ഉണ്ടായിട്ടൊന്നും ജയിക്കുന്നൊന്നുമല്ല. പക്ഷേ ഇവരുടെ ഇടയിലുള്ള പടലപ്പടക്കം കാരണം വെച്ചാൽ ഈ രാഹുൽ വളരെ യങ്ങാണ്. രാഹുൽ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വിട്ടു പോകുന്നുള്ള പേടി അവിടെ പാലക്കാട്ട് കോൺഗ്രസ്സുകാർക്ക് ചിലർക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ രാഹുൽ അവർ തന്നെ വലിക്കും എന്നുള്ള തോന്നലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അത് സംഭവിക്കാതെ നോക്കിയെന്നുള്ളതിൽ 2 പ്രധാനപ്പെട്ട പങ്ക് എനിക്ക് തോന്നുന്നു VD സതീശൻ, ജ്യോതികുമാർ ചാമക്കാലൊക്കെയാണ് അതിന് അവിടെ ചേർത്ത്. ചാമക്കാല വേറൊരു കാര്യം അതിനും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ഇലക്ഷൻ കാണുന്ന നേതാക്കന്മാരൊക്കെ പോയി ഹോട്ടലിലൊക്കെ താമസിച്ചില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചാൽ പൈസ കൊടുക്കാതെ എഴുതിയിട്ട് ഇങ്ങ് പോരും. അപ്പം പാലക്കാടും ഈ പറയുന്ന ഹോട്ടലുകാർക്ക് ഈ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ചാമക്കാല ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കൃത്യമായിട്ട് കാശൊക്കെ മേടിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്തു. ചാമക്കാല നല്ലൊരു ഓർഗനൈസറാണ്, നല്ല വിവരമുണ്ട്, നല്ല ഡിബേറ്ററാണ്. അപ്പോൾ സത്യത്തിൽ ചാമക്കാലയുടെ ഒരു പ്രസൻസ് ഗുണം ചെയ്തിട്ടുണ്ട്. വോട്ടുകൾ ചോരാതെ കോൺഗ്രസ്സിന് നോക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതിൻ്റെ ആണ് പെട്ടി വിവാദം. ആ പെട്ടി വിവാദം രാഹുലിന് അനുകൂലമായി. അപ്പോൾ നോക്കുമ്പോൾ 3 സ്ഥാനാർത്ഥി 3 സ്ഥാനാർത്ഥികളും പ്രശ്നങ്ങളുണ്ട്. രാഹുൽ ഈ പറയുന്നതിൻ്റെ മാതിരി കോൺഗ്രസ് ചില പ്രശ്നങ്ങളുണ്ടായി. ഇയാളുടെ നോമിനിയായിട്ട് വരുന്നു, അവരുടെ മുമ്പില്ലാതെ വിധം ഷാഫിയുടെ നോമിനിയായിട്ട് വരുന്നു. മറ്റേ ആണെങ്കിൽ കുലംകുത്തിയാണ്. കൃഷ്ണകുമാറിനെതിരെ അയാൾ സ്വന്തം കാര്യം നോക്കിയാണെന്നും വളരെ സാർത്ഥനാണെന്നും രീതിയിലുള്ള ഒരു ഫീൽ ആരും വരുന്നു. സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ് അല്ലേ? അതെ, നമ്മളെ വാര്യരുണ്ട്. സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായിരുന്നു. അതായത് അവിടെ പാൽ സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും അതും കാര്യമൊന്നുമില്ല. ഇവിടെ രാജേട്ടൻ എല്ലായിടത്തും മത്സരിച്ചില്ലേ? രാജേട്ടൻ കോർപ്പറേഷൻ വെച്ച് എല്ലായിടത്തും മത്സരിച്ചില്ലേ? അതൊരു പാർട്ടി ജയിച്ചു വരാൻ അവർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെ നിർത്തും. അപ്പറിയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ വേറൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലോ റിസൾട്ടിൽ മാറ്റം ഉണ്ടാകുമായിരുന്നു. വലിയ RSS എങ്ങനെ ഇറങ്ങുന്നതെന്ന് ആശ്രയിച്ചിരിക്കും. കാരണം RSS 2 രീതിയിലാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. 2014 രാജേട്ടന് വേണ്ടി അവർ അരയും തലയും മുറുക്കി ഇറങ്ങിയിരുന്നു. അതൊരു പുറത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തൃശ്ശൂർ തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ തവണ കുമ്മനത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു. കുമ്മനം പക്ഷേ കുമ്മനം തോറ്റ വേറെ ചില ഘടകങ്ങളുണ്ട്. RSSനെ വെട്ടാനുള്ള വേറെ ചില സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കളിച്ചു. പിന്നെ നേമത്ത് കുമ്മനം തോറ്റു പോകാൻ കാരണം എന്ന് വെച്ചാൽ അതാണ് മുരളീധരനോട് ഇവർക്കുള്ള ദേഷ്യം, RSSനുള്ള ദേഷ്യം. അല്ല മുരളീധരൻ RSSനോട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കുമ്മനത്തിനെ തോൽപ്പിച്ചത് മുരളിയാണ്. മുരളി അവിടെ പിടിച്ച വോട്ടാണ് സത്യത്തിൽ ഇവർക്ക് ഗുണം ചെയ്തത്. അതാണ് മുരളി അങ്ങനെയാണ്. മുരളി സ്വയം ആ അർത്ഥത്തിൽ മുരളിയുടെ കരിയർ നശിപ്പിക്കുകയായിരുന്നു.